വെൽക്കം ബാക്ക് ടു അഞ്ജൂസ് നാടൻ രുചികൾ. ഇന്ന് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പി ട്രൈ ചെയ്യാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയുമാണ്. പൊരിച്ച കോഴിയും ചപ്പാത്തിയുമാണ് ഇന്ന് നമ്മളുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ തയ്യാറാക്കാൻ ആവശ്യമായിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെള്ളം എല്ലാം കളഞ്ഞെടുത്തതാണ്. ഇത് സ്ട്രെയിനറിലിട്ട് വെള്ളം കളയാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും 2-3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. പിന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ അളവ് നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാം. കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ മസാല മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ഒഴിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിനും വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയേ ആവശ്യമുള്ളൂ. ആദ്യം തന്നെ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഞാൻ നന്നായിട്ട് ഇവിടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ടാണ് അരച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം, പക്ഷേ ഫ്രഷായിട്ട് നമ്മൾ ചതച്ചെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങാനീര് 1 ടേബിൾ സ്പൂണോളം ഉണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില ചേർക്കാം. കറിവേപ്പില ചേർക്കുന്നത് പ്രത്യേക നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി നമുക്ക് ഈ പൊടികളെല്ലാം കൂടി ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ മസാല ആദ്യം ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതിൽ സവാളയുടെ ആവശ്യമില്ല, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ. ഇനി ഇതിലേക്ക് ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം, ഗരം മസാലപ്പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും ചേർക്കാം. ഇപ്പോൾ ഞാൻ ചേർക്കുന്നില്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. ഈ സമയത്ത് മസാലയുടെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പ് നോക്കിയിട്ട് ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഉപ്പ് നോക്കി എല്ലാം ഒന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതിന് ആവശ്യത്തിന് ഉപ്പുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് യോജിപ്പിക്കുക. ഇനി ഇത് ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റോളം നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങി വരും. കൈ വെച്ച് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 10-15 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ചിക്കൻ ഫ്രൈ തയ്യാറാക്കാം. ഇപ്പോൾ മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് മിക്സ് ചെയ്യുന്നത് നല്ലതാണ്. ഇനി നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്തൊന്ന് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ പാൻ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയിൽ വറക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്, അതുകൊണ്ട് നമുക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാം. പാനും എണ്ണയും ഒക്കെ നന്നായിട്ട് ചൂടായി കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിം ഇടുക. ലോ ഫ്ലെയിം ഇട്ടതിന് ശേഷം മാത്രം ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ ലോ ഫ്ലെയിം ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇതിപ്പോൾ വലിയ പാൻ ആയതുകൊണ്ട് ഇതിലേക്ക് എല്ലാം നമുക്ക് വെച്ച് കൊടുക്കാം. നിങ്ങൾ ചെറിയ പാനിലാണ് വറുക്കുന്നതെങ്കിൽ 2 സ്റ്റേജായിട്ട് വറുത്തെടുത്താൽ മതി. നമ്മൾ കൂടുതൽ സമയം മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോഴാണ് ഈ ചിക്കനിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്യുകയായിരിക്കും കൂടുതൽ നല്ലത്. ഇപ്പോൾ എല്ലാ പീസും ഞാനിങ്ങനെ നമ്മുടെ പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വെച്ചതിന് ശേഷം ചിക്കനൊക്കെ വേകാൻ ഏകദേശം ഒരു 20 മിനിറ്റ് മതി. നമ്മുടെ ബ്രോയിലർ ചിക്കനൊക്കെ വേകാൻ. പിന്നെ ഫ്രൈ ആയി വരുമ്പോൾ നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ വറ്റി വരണം. അതുകൊണ്ട് ഒരു അരമണിക്കൂറോളം 2 വശവും മറിച്ച് വെച്ച് മീനൊക്കെ വറുക്കുന്ന പോലെ തിരിച്ചും മറിച്ചും വെച്ച് വറുത്തെടുക്കാം. മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചിക്കൻ വറുക്കുന്ന സമയത്ത് മൂടി വെച്ചാൽ ഇതിലേക്ക് കൂടുതൽ വെള്ളം ഇറങ്ങി ചിക്കൻ പീസൊക്കെ കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മീനൊക്കെ വറുക്കുന്ന പോലെ തന്നെ ഓപ്പണാക്കി വെച്ച് വറുത്തെടുത്താൽ മതി. ഇനി ഇപ്പോൾ ലോ ഫ്ലെയിമിലാണുള്ളത്. ഇനി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒരു വശം ഒന്ന് മറിച്ച് വയ്ക്കണം. അങ്ങനെ തിരിച്ചും മറിച്ചും വെച്ച് 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആവുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്കൊന്ന് മറിച്ച് വയ്ക്കാം. എന്നാലേ 2 സൈഡും ഒപ്പം വെന്ത് വരുള്ളൂ. അങ്ങനെ ഒന്ന് തിരിച്ച് വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ എല്ലാ പീസും നമുക്കൊന്ന് തിരിച്ച് വയ്ക്കാം. ഇപ്പോൾ എല്ലാ പീസും ഞാൻ മറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു വശം വേകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ ചിക്കൻ്റെ ഒരു വശം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് അടിവശമൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വശവും കൂടി ഒന്നുകൂടി മറിച്ച് വയ്ക്കാം. ഈ സമയമാകുമ്പോഴേക്ക് നമ്മൾ അധിക സമയം വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. അപ്പോൾ അടിവശം പെട്ടെന്ന് തന്നെ കരിഞ്ഞു തുടങ്ങും, മസാലയെല്ലാം കരിഞ്ഞു തുടങ്ങും. അതുകൊണ്ട് ഒരു 2-3 മിനിറ്റ് ഇടവിട്ട് ഉടനെ മറിച്ച് വയ്ക്കേണ്ടതാണ്. ഞാനിന്ന് നന്നായിട്ട് മറിച്ച് വയ്ക്കട്ടെ. അപ്പോൾ ഒരു ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈയുടെ കൂടെ കഴിക്കാനായിട്ട് ചപ്പാത്തി റെഡിയാക്കാം. ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുന്നതിന് ഞാനിവിടെ 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചതിന് ശേഷം മാവ് ഈ വെള്ളത്തിലിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ചപ്പാത്തിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങളെടുക്കുന്ന പൊടിയുടെ ക്വാളിറ്റിയൊക്കെ അനുസരിച്ച് വ്യത്യാസം വരും. അതനുസരിച്ച് നോക്കി വേണം എടുക്കാൻ. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിനകത്തേക്ക് പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, വെള്ളം നന്നായിട്ട് ബബിൾസൊക്കെ വന്ന് തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കാം. 1 കപ്പ് മുഴുവനായി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് തന്നെ ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഈ 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1/2 കപ്പ് വെള്ളം കറക്റ്റ് പാകമാണ്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നിങ്ങളെടുക്കുന്ന ഗോതമ്പ് പൊടിക്ക് കൂടുതൽ വെള്ളം ആവശ്യമുള്ളതാണെങ്കിൽ അതനുസരിച്ച് വെള്ളം ചേർക്കുക. നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് ഇളക്കുമ്പോൾ തന്നെ ഈ പൊടിയിലേക്ക് എല്ലാ ഭാഗത്തും വെള്ളം ഒരുപോലെ എത്തും. അപ്പോഴാണ് ഈ പൊടി ഈ ചൂടുവെള്ളത്തിലൊന്ന് വെന്ത് വരണം. അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി വെള്ളമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് സ്പൂൺ കൊണ്ട് തന്നെ. ഇനി ഇതിൻ്റെ തണുപ്പ് ആറിക്കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കിത് കൈ വെച്ച് കുഴയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ചൂടനോടെ തന്നെ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഈ സമയത്ത് ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നമ്മുടെ ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് വരും. പിന്നെ ഉണ്ടാക്കുന്ന സമയത്ത് വേറെ എണ്ണ പുരട്ടേണ്ട ആവശ്യവും വരില്ല. അപ്പോൾ ഈ ചൂടനോടെ തന്നെ
ഇങ്ങനെ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് ഒരു 3/4 ഭാഗം തണുപ്പാവുമ്പോൾ, അധികം അങ്ങ് തണുത്ത് പോകരുത്, ഇച്ചിരി ഒരു ചെറു ചൂട് വേണം. ആ ചൂടിനോടെ തന്നെ നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം ഇങ്ങനെ ഒരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തണുക്കും. ഞാനിപ്പോൾ ഈ പാത്രത്തിൽ തന്നെയാണ് വയ്ക്കുന്നത്. നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ഈ സമയത്ത് നമ്മൾ കുഴയ്ക്കാനെടുക്കുന്ന സമയത്ത് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് ഒഴിക്കാം. ഉണ്ടോ? ഇപ്പോൾ എണ്ണയും ചൂടുവെള്ളവും പൊടിയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. പൊടി നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം തണുക്കാൻ വേണ്ടി. അതിന് ശേഷം നമുക്ക് കുഴച്ചെടുക്കാം. ഇപ്പോൾ പൊടി ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂൺ അങ്ങ് മാറ്റാം. സ്പൂൺ മാറ്റിയിട്ട് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. എണ്ണയിലും ചൂടുവെള്ളത്തിലും നന്നായിട്ട് മിക്സ് ആയതുകൊണ്ട് തന്നെ അധിക സമയം കുഴക്കേണ്ട ഒന്നും ആവശ്യം വരില്ല. അപ്പോഴേക്കും പൊടി നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് ചേർന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് കൈകൊണ്ട് ഒന്ന് കുഴച്ച് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഇതാ മാവ് നന്നായിട്ട് ഞാൻ കുഴച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അധിക സമയമൊന്നും വെക്കേണ്ട ഒന്നും ആവശ്യമില്ല. ഇപ്പം തന്നെ പരത്തിയെടുക്കുകയാണെങ്കിൽ അത് കട്ടിയായി പോവോ പിന്നെ പുറത്ത് തുണി നനച്ചൊന്നും ഇടേണ്ട ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് നീളത്തിൽ ഷേപ്പാക്കി കൊടുക്കാം. അതിന് ശേഷം ഇതിങ്ങനെ ചെറിയ ബോൾസായിട്ട് കട്ട് ചെയ്ത് എടുക്കാം. കത്തി കൊണ്ടൊന്നും കട്ട് ചെയ്യേണ്ട, നമുക്ക് ഈസി ആയിട്ട് കൈ കൊണ്ട് തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മളെടുത്ത ആ 1 കപ്പ് മാവും കൊണ്ട് എനിക്ക് 6 ചപ്പാത്തി ഉണ്ടാക്കാൻ ഉള്ള മാവുണ്ടായിരുന്നു. ഇനി നമുക്കൊന്ന് ബോളാക്കി എടുക്കാം. ഇപ്പോൾ മാവെല്ലാം ഞാനിങ്ങനെ ബോളാക്കി എടുത്തിട്ടുണ്ട്. 6 ബോൾസ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാം. ചപ്പാത്തി പലകയിലേക്ക് കുറച്ച് പൊടി വിതറി കൊടുക്കാം. ഗോതമ്പ് പൊടി തന്നെ വിതറാം. എന്നിട്ട് 2 വശത്തും ചപ്പാത്തി നന്നായിട്ട് മാവിൽ നന്നായിട്ട് ഗോതമ്പ് പൊടി ഒന്ന് പുരട്ടിയെടുക്കാം. അതിന് ശേഷം ചപ്പാത്തി നമ്മളിങ്ങനെ നന്നായിട്ട് പൊടിയും അളവ് വെള്ളത്തിൻ്റെ അളവും ചേർത്ത് പൊടിയുടെ അളവൊക്കെ കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ ചപ്പാത്തി ഇങ്ങനെ തന്നെ റോളായിട്ട് വരും. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് തന്നെ തിരിച്ച് വെക്കേണ്ട പോലെ ആവശ്യം വരില്ല. ഇങ്ങനെ നമുക്ക് റോൾ ചെയ്ത് തന്നെ തിരിച്ച് തന്നെ ഇങ്ങനെ എടുത്ത് തന്നെ പരത്തിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് എത്ര കട്ടിയിൽ വേണോ അത്ര കട്ടിയിൽ ചപ്പാത്തി നൈസായിട്ട് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ അധികം കട്ടിയിൽ നൈസാക്കുന്നില്ല. ഈ ഒരു പാകത്തിലാണ് പരത്തിയെടുക്കുന്നത്. ഇപ്പം നോക്ക്, നമ്മുടെ ഇതിൻ്റെ ഒരു സൈഡിൽ മാത്രമേ മാവുള്ളൂ, പൊടി പറ്റിയിട്ടുള്ളൂ. ഈ സ്ഥലം നല്ല നീറ്റായിട്ടുണ്ട്. കാരണം നമ്മൾ മറച്ചൊന്നും വെച്ചിട്ടില്ല. സെയിം ഭാഗത്ത് തന്നെ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ പരത്തുന്ന സമയത്ത് റോള് കൊണ്ട് തന്നെ അങ്ങ് തിരിച്ച് എടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് പരന്നും വരും. എല്ലാ സ്ഥലത്തും അധികം പൊടിയാവുകയില്ല. ഇനി ജസ്റ്റ് ഈ പൊടികളൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞെടുക്കാം. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അതുപോലെ ബാക്കി എല്ലാ ചപ്പാത്തിയും നമുക്കിതുപോലെ പരത്തിയെടുക്കാം. പൊടികൾ ഇപ്പോൾ ഞാനിവിടെ ചപ്പാത്തി എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു നല്ല നൈസായിട്ട് പരത്തിയിട്ടുണ്ട്. പിന്നെ സൈഡൊക്കെ കുറച്ചൊന്നും ഷേപ്പില്ലാതെയൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ്ട് ഈ ഒരു ഷേപ്പിലാണുള്ളത്. അപ്പോൾ ഇങ്ങനെയൊന്നും ഇങ്ങനെ ഷേപ്പില്ലാതെ വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഒരു കത്തി കൊണ്ടോ അല്ലെങ്കിൽ ഒരു അടപ്പ് എന്തെങ്കിലും വെച്ചിട്ട് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു ചെറുതായിട്ടൊരു ഷേപ്പ് മാറിയെന്നൊന്നും കരുതി കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു അളവിൽ എല്ലാ ചപ്പാത്തിയും ഞാനിവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ചപ്പാത്തി ചുട്ടെടുക്കുന്നതിന് ഞാനിവിടെ പാൻ നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. പാൻ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. ലോ ഫ്ലെയിമിലൊന്നും ആക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ ഹൈ ഫ്ലെയിമിലായിരിക്കുന്ന പാനിലേക്ക്, നന്നായിട്ട് ചൂടായ പാനിലേക്ക് ചപ്പാത്തി ഇട്ടതിന് ശേഷം ഒരു 10 സെക്കൻഡ് കഴിയുമ്പോൾ ഒന്ന് മറിച്ച് വയ്ക്കുക.
ഞാൻ പറയുന്ന ഈ സമയം കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരുന്ന നല്ല ബബിൾസൊക്കെ വരുന്ന നല്ല സൂപ്പർ ചപ്പാത്തി റെഡിയാക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയൊന്ന് മറിച്ച് വയ്ക്കാം. അപ്പോൾ അടിവശം ഒന്നും ആയിട്ടുണ്ടാവില്ല. ഇനി ഈ ഒരു വശവും 10 മിനിറ്റ് അല്ല 10 സെക്കൻഡ് വയ്ക്കാം. ഇപ്പോൾ നമ്മൾ മനസ്സിൽ ടൈം ഒന്ന് എണ്ണിയാൽ മതി. സെക്കൻഡ് സൂചി കറങ്ങുന്നതായിട്ട് 10 പ്രാവശ്യം സെക്കൻഡ് സൂചി പോകുന്നതായിട്ടൊന്ന് കൗണ്ട് ചെയ്താൽ മാത്രം മതി. ഇപ്പോഴും ഏകദേശം 10 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ച് വയ്ക്കാം. ഇപ്പോൾ 2 വശം ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടാണ് ഇനിയാണ് ശരിക്കും ചപ്പാത്തി നമ്മൾ വേവിക്കാൻ തുടങ്ങുന്നത്. ഇനി ഒരു 30 സെക്കൻഡ് ഒരു സൈഡ് മസ്റ്റായിട്ടും വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ 2 സൈഡും 30 സെക്കൻഡ് വെച്ചൊന്ന് മറിച്ചെടുക്കാം. കണ്ടില്ലേ? അപ്പോൾ തന്നെ നന്നായിട്ട് വീർത്ത് വരുന്നുണ്ട്. ഇങ്ങനെ ഒരു വശം ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മാത്രമാണ് നമ്മുടെ ചപ്പാത്തി ഇങ്ങനെയൊന്ന് വീർത്ത് നന്നായിട്ട് വരികയുള്ളൂ. ഇപ്പോൾ ഒരു 30 സെക്കൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡ് കൂടി ഒന്ന് മറിച്ച് വയ്ക്കാം. കണ്ടില്ലേ? ആ വശം നന്നായിട്ടൊരു ലൈറ്റ് ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി ഈ സൈഡും ഒരു 30 സെക്കൻഡ് വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള നന്നായിട്ട് വെന്തിട്ടുള്ള നന്നായിട്ട് ക്രിസ്പി ആയിട്ടുള്ള നന്നായിട്ട് ബബിളൊക്കെ വന്നിട്ടുള്ള സൂപ്പർ ചപ്പാത്തി ഇവിടെ റെഡിയാകും. അപ്പോൾ ആദ്യം തന്നെ ഒരു 10 സെക്കൻഡ് വയ്ക്കുക, പിന്നെ അപ്പുറത്തെ സൈഡ് ഒരു 10 സെക്കൻഡ് വയ്ക്കുക, പിന്നെ 2 സൈഡും 30 സെക്കൻഡ് വീതം വയ്ക്കുക. അപ്പോൾ നമ്മളിനി എണ്ണയൊന്നും പറ്റേണ്ട കാര്യമില്ല. കാരണം നമ്മളിതിൽ മാവിലേക്ക് എണ്ണയൊക്കെ നന്നായിട്ട് ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എണ്ണയൊന്നും പറ്റേണ്ട കാര്യമില്ല. ഇപ്പോൾ 30 സെക്കൻഡ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം. കണ്ടില്ലേ? ഈ സൈഡും നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ബാക്കിയിരിക്കുന്ന ചപ്പാത്തി നമ്മൾ പരത്തിയതെല്ലാം ഇതുപോലെ ചുട്ടെടുക്കാം. 10 സെക്കൻഡ് വയ്ക്കാം, പിന്നെ 30 സെക്കൻഡ് വയ്ക്കാം. അപ്പോൾ ചപ്പാത്തി എല്ലാം ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതാ ഇത് കണ്ടില്ലേ? ഇത് ലെയറൊക്കെ നന്നായിട്ടത് ഇങ്ങനെ ബബിളായിട്ട് നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നല്ല ലെയറായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കൂ എത്ര സോഫ്റ്റാണെന്ന് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ തന്നെ വേഗം പൊട്ടിപ്പോരും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈയുടെ കൂടെ ചപ്പാത്തി സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തിയുടെ കൂടെ നമുക്ക് ചിക്കൻ ഫ്രൈ സെർവ് ചെയ്യാം. അപ്പോൾ ഈ ക്രിസ്മസിന് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ചിക്കൻ ഫ്രൈ വളരെ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഫ്രൈ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും അടുത്ത ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.